ഇന്നത്തെ നമ്മുടെ യാത്ര മൈസൂരിലോട്ടാണ്. കുറേ കാലമായിട്ട് കസിൻസ് എല്ലാവരും കൂടെ ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ മൈസൂർ പോകാൻ ഡിസൈഡ് ചെയ്തു. പാലക്കാട് നിന്നും മലപ്പുറം വഴി നാടുകാണി ചുരമൊക്കെ കയറി ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയായിരുന്നു മൈസൂരിലോട്ട് എത്തിയത്. മൈസൂരിലെത്തിയ ആദ്യം പോയത് നമ്മുടെ ഫേമസ് മൈസൂർ പാലസിലോട്ടാണ്. വെക്കേഷൻ ടൈമിൽ പോയതെന്ന് കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ ഇയറും അറൗണ്ട് 50 lakh ആൾക്കാരാണ് മൈസൂർ പാലസ് വിസിറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മൈസൂർ പാലസിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള പോർഷൻ. പാലസിലെ ആഘോഷങ്ങളായ കല്യാണങ്ങളും ബർത്ത്ഡേയ്സും എല്ലാ സെലിബ്രേഷൻസും നടന്നിരുന്നത് ഈ ഹാളിലാണ്. ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഗ്ലാസസ് കൊണ്ടാണ് ഈ സ്ട്രക്ചേഴ്സൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് പാലസിൻ്റെ കോർട്ട്യാർഡ്. ഇതൊരു ഒറിജിനൽ ആനയുടെ തല സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ രാജാവായിരുന്ന കൃഷ്ണരാജ വൊഡയാറുടെ പ്രതിമയാണത്. ഇതാണ് ദസറ ഹാൾ. ഈ ഹാളിനകത്തോട്ടുള്ള എൻട്രി ബ്ലോക്ക്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഇതിനകത്ത് കയറി നിന്ന് ഫോട്ടോസ് എടുക്കാനൊന്നും പെർമിഷൻ ഉണ്ടായിരുന്നില്ല. എന്ത് ഭംഗിയല്ലേ ഇവിടുത്തെ സ്ട്രക്ചേഴ്സൊക്കെ കാണാൻ. താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു മോണുമെൻ്റ് ആണ് മൈസൂർ പാലസ്. അങ്ങനെ പാലസിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പിന്നീട് പോയത് ബൃന്ദാവൻ ഗാർഡൻസിലോട്ടായിരുന്നു. പാലസിലുണ്ടായിരുന്നതിനേക്കാളും തിരക്കായിരുന്നു ബൃന്ദാവനിലുണ്ടായിരുന്നത്. എല്ലാ ഡേയ്സും ഈവനിങ് 6:30 ഇവിടെ ലൈറ്റ് ഷോ നടത്താറുണ്ട്. 15 minutes ആണ് ഒരു ഷോൻ്റെ ഡ്യൂറേഷൻ. വീക്ക് ഡേയ്സിൽ 6:30 to 7:30 വരെയും വീക്കെൻഡ്സിൽ 6:30 to 8 വരെയും മൾട്ടിപ്പിൾ ഷോസ് ഉണ്ടാവാറുണ്ട്. ലൈറ്റ് ഷോ കാണാൻ പോണ ആൾക്കാരുടെ തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഷോ സ്റ്റാർട്ടാവുന്നതിന് കറക്റ്റ് ടൈമിൽ തന്നെ ഞങ്ങൾ അവിടെ എത്തി. മൈസൂർ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലൈറ്റ് ഷോ കാണണം. അത്രയ്ക്കും വേർത്തിയാണ് ഇതെന്ന് തന്നെ പറയണം. അങ്ങനെ 15 minutesോളം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. നല്ല പീസ്ഫുള്ളായിട്ട് പ്ലേസസ് വിസിറ്റ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വെക്കേഷനും വീക്കെൻഡും സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത്രയും തിരക്കും വണ്ടികളുടെ ബ്ലോക്കും കാരണം ബൃന്ദാവൻ ഗാർഡൻസിൽ നിന്ന് ഇറങ്ങി അറൗണ്ട് 2 hours ഞങ്ങൾ പാർക്കിങ്ങിൽ തന്നെ സ്റ്റക്കായിരുന്നു.